ഹലോ ഫ്രണ്ട്സ്, എവർഗ്രീൻ ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് പരിചയപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു ഭാഷയുടെ ബാക്ക് ബോൺ, ഫൗണ്ടേഷൻ എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് ടെൻസുകൾ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതും ടെൻസുകളുടെ ടെൻസ് എന്ന് പറയാവുന്നതുമായ ഒന്നാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇംഗ്ലീഷിലെ ടെൻസുകൾ അനായാസം പഠിക്കുവാൻ സഹായിക്കുന്ന കുറേ വീഡിയോകൾ നമ്മൾ ചെയ്യുകയാണ്. അത് ഒന്നായി കാണുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള പ്രാക്ടീസ് ലെസൺ കൂടി ചെയ്ത് പരിശീലിക്കുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ടെൻസ് നമുക്കറിയാം, ടെൻസ് മീൻസ് ടൈം, കാലം എന്നൊക്കെയാണ് ടെൻസ് എന്ന് പറഞ്ഞാൽ. ടെൻസ് മീൻസ് ടൈം. പ്രധാനമായി മെയിൻലി 3 ടൈപ്സ് ഓഫ് ടെൻസ്. പ്രധാനമായി ടെൻസ് 3 തരമാണ്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ ഓരോന്നും പ്രസന്റ് ടെൻസിനെ വീണ്ടും നമ്മൾ 4ആയി തിരിക്കുന്നു. പ്രസന്റ് ടെൻസ് 4 തരമുണ്ട്, പാസ്റ്റ് ടെൻസ് 4 തരമുണ്ട്, ഫ്യൂച്ചർ ടെൻസും 4 തരമുണ്ട്. പ്രസന്റ് ടെൻസിൽ ഒന്നാമത്തതാണ് പ്രസന്റ് സിമ്പിൾ, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി അറിയേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആ ടെൻസ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്. 2, ആ സെന്റൻസിൽ, ആ ടെൻസിൽ ഒരു വാചകം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും. ആ ടെൻസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്. അതുപോലെ തന്നെ ടൈമിന് റെഫറൻസ് തരുന്ന ആഡ്വർബുകൾ ഈ ടെൻസിൽ ഉപയോഗിക്കാറുണ്ടോ, ഉണ്ടെങ്കിൽ അവ ഏതൊക്കെ. ലെറ്റ്സ് സീ സിമ്പിൾ പ്രസന്റ്. നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നു സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ഏതാനും സെന്റൻസുകൾ പരിചയപ്പെടാം. ലെറ്റ്സ് സീ. ഐ ഡ്രിങ്ക് ടീ എവരി മോർണിംഗ്. വി ഡ്രിങ്ക്. യു ഡ്രിങ്ക്. they drink. those men drink. my friends drink. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എല്ലാ സെന്റൻസുകളിലും ഡ്രിങ്ക്, ഡ്രിങ്ക്, ഡ്രിങ്ക് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സബ്ജക്റ്റ് വേണം, അതുപോലെ ഒരു വെർബ് വേണം. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ഒരു ബേസിക് ഫോമിൽ ഒരു സബ്ജക്റ്റ് വേണം, ഒരു വെർബ് വേണം. സെന്റൻസ് ആരംഭിക്കുന്ന ഒരു സബ്ജക്റ്റിലായിരിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഒന്നുകിൽ ഒരു നൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആയിരിക്കും. എയ്തർ എ നൗൺ ഓർ എ പ്രോനൗൺ. ഇംഗ്ലീഷിലെ ചില പ്രധാനപ്പെട്ട പ്രോനൗൺസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഐ, വി, യു, ദേ, അതുപോലെ ദോസ് മെൻ, ഒന്നിൽ കൂടുതലുണ്ട്. ദോസ് മെൻ, മാൻ, മെൻ. മൈ ഫ്രണ്ട്സ്, ബോയ്സ്, ദ ബോയ്സ് ഡ്രിങ്ക്, ദ ഗേൾസ് ഡ്രിങ്ക്. എല്ലായിടവും ഡ്രിങ്ക് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു വെർബ് ഫോമാണ് ദ ഡ്രിങ്ക്. ഇത് പ്ലൂറൽ ഫോമാണ്. അതായത് സബ്ജക്റ്റ് ഐ, വി, യു, ദേ, ദോസ് മെൻ, മൈ ഫ്രണ്ട്സ്, ഇതെല്ലാം തന്നെ ഒന്നിൽ അധികം എണ്ണത്തെ കുറിക്കുന്നു. സബ്ജക്റ്റ് പ്ലൂറലാണ്. സബ്ജക്റ്റ് പ്ലൂറലായി വരുമ്പോഴാണ് നമ്മൾ ഈ ഡ്രിങ്ക്
എന്ന് പറയുന്ന വെർബിന്റെ ഫോം ഉപയോഗിക്കുക. ഡ്രിങ്ക് പ്ലൂറൽ ഫോം ആണ്. ഡ്രിങ്ക് ഡ്രിങ്ക് ഡ്രിങ്ക്. അതുപോലെ ഐ ഗോ, വി ഗോ, യു ഗോ, ദോസ് മെൻ ഗോ. ഐ റൈറ്റ്, വി റൈറ്റ്, യു റൈറ്റ്, ദേ റൈറ്റ്. ഐ ഈറ്റ്, വി ഈറ്റ്, യു ഈറ്റ്, ദേ ഈറ്റ്. എല്ലായിടവും ഇങ്ങനെ ആ ഒരു പാറ്റേണിലുള്ള വെർബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് വേണം, വെർബ് വേണം. അതിനുശേഷം ബാലൻസ് വന്നിരിക്കുന്നു. ടീ എവരി മോർണിംഗ്. സിമ്പിൾ പ്രസന്റൻസിന്റെ സ്ട്രക്ചർ ഒരു സബ്ജക്റ്റും ഒരു വെർബുമാണ്. അതിനുശേഷം ബാലൻസ് വരാം. ബാലൻസ് ഓബ്ജക്റ്റ് ആകാം, ഒരു കോംപ്ലിമെന്റ് ആകാം, ഒരു ആഡ്വർബിയലാകാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അതിന് നമ്മൾ ബോദർ ചെയ്യേണ്ട. ഐ ഡ്രിങ്ക് ടീ ആകാം, ഐ ഡ്രിങ്ക് കോഫി ആകാം, ഐ ഡ്രിങ്ക് മിൽക്ക് ആകാം, ഐ ഡ്രിങ്ക് ജ്യൂസ് ആകാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്ക്. അതേപോലെ മറ്റു ചില സെന്റൻസുകൾ നോക്കൂ. ഹീ ഡ്രിങ്ക്സ്, ഷീ ഡ്രിങ്ക്സ്, ഇറ്റ് ഡ്രിങ്ക്സ്, ദാറ്റ് മാൻ ഡ്രിങ്ക്സ്, മൈ ഫ്രണ്ട് ഡ്രിങ്ക്സ്. ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാം ഡ്രിങ്ക്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വെർബിനോട് കൂടി എസ് ചേർന്ന് വന്നിരിക്കുന്നു. അതായത് ഈ സബ്ജക്റ്റുകളെല്ലാം സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അതായത് ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്, സിംഗുലർ ആണ്. വൺ, സിംഗുലർ മീൻസ് വൺ. ഹി, ഷീ, ഇറ്റ്, ദാറ്റ് മെൻ, മൈ ഫ്രണ്ട്, ടോം, വില്യം, ജിൻസി, ഇതെല്ലാം സിംഗുലർ ആണ്. അവിടെ എല്ലാം നമ്മൾ എസ് ചേർന്ന് രൂപം ഉപയോഗിക്കുന്നു. ഡ്രിങ്ക്സ്, ഡ്രിങ്ക്സ്, ഡ്രിങ്ക്സ്. ഹി ഡ്രിങ്ക്സ്, ഷീ ഡ്രിങ്ക്സ്, ഇറ്റ് ഡ്രിങ്ക്സ്. He goes, she goes, it goes, that man goes, my friend goes. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക. സിമ്പിൾ പ്രസന്റൻസിൽ അങ്ങനെ വെർബുകൾ ഈ രണ്ട് രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് എസ് ചേർന്ന് വരുന്ന രൂപവും എസ് ചേരാത്ത രൂപവും. വെർബിനോട് കൂടി എസ് ചേർന്ന് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് സിംഗുലർ. വെർബിനോട് കൂടി എസ് ചേരുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് പ്ലൂറൽ. പ്രത്യേകം ഓർക്കുക, വെർബിനോട് കൂടി എസ്ഒ ഇഎസ്ഒ ചേർന്നാൽ അത് സിംഗുലർ ആണ്. അതായത് ഇവിടെ നോക്കൂ, ഐ ഡ്രിങ്ക് ടീ എവരി മോർണിംഗ്. അതിന്റെ മീനിങ് എന്താണ്? അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കാറുണ്ട്. എല്ലാ പ്രഭാതങ്ങളിലും, രാവിലെ, എല്ലാ ദിവസങ്ങളിലും ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ, ഐ ഡ്രിങ്ക് ജ്യൂസ്, വി ഡ്രിങ്ക് ടീ, യു ഡ്രിങ്ക് ടീ. അവർ ചായ കുടിക്കാറുണ്ട്, നിങ്ങൾ ചായ കുടിക്കാറുണ്ട്. ദോസ് മെൻ ഡ്രിങ്ക് ടീ എവരി മോർണിംഗ്. ഓക്കെ, അവിടെ നിങ്ങൾ അറിയുക, ഇവിടെ എല്ലാം എന്താ ഉപയോഗിച്ച? പ്ലൂറൽ ഫോം ഉപയോഗിച്ചു. സിംഗുലർ ആയിട്ട് വരുന്ന പ്രോനൗൺ ആണ് ഹി, ഷീ, ഇറ്റ്, ദാറ്റ് മെൻ, മൈ ഫ്രണ്ട്. ഒരാളുടെ പേരാകാം. ഓക്കെ, അവിടെയെല്ലാം നമ്മൾ ഡ്രിങ്ക്സ് ഉപയോഗിച്ചു. എന്നാൽ ഇവിടെ നിങ്ങൾ അറിയുക, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബുകൾ രണ്ട് ഫോമിൽ ഉപയോഗിക്കും. ഡു, ഡസ്. ഡു, ഇവിടെ നോക്കൂ, ഡൂവിനകത്ത് എസ് വന്നിട്ടില്ല, എസ്ഒ ഇഎസ്ഒ ഇല്ല. അത് ഡു ഫോം ആണ്. ഡ്രിങ്ക് ഡു ഫോം ആണ്. റൈറ്റ് ഡു ഫോം ആണ്. ഡസ്, ഡസിനകത്ത് ഇഎസ് വന്നിട്ടുണ്ട്, എസ് വന്നിട്ടുണ്ട്, അത് ഡസ് ഫോം ആണ്. ഡ്രിങ്ക്സ്, ഡ്രിങ്ക്സ്, ഈറ്റ്സ്, ഡസ് ഫോം. എന്നാൽ സിമ്പിൾ പ്രസന്റൻസ് ഈ രണ്ട് രൂപമാണ്, ഡു, ഡസ്. പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം, സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോം. ഓക്കെ, അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെയ്യാറുണ്ട്, ചെയ്യുന്നു എന്നൊക്കെയാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇതിന്റെ വെർബിന്റെ ഫോം ഡു ഫോം, ഡസ് ഫോം. ഇനി നിങ്ങൾ അറിയേണ്ട ഈ ഫോം എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡ്രിങ്ക്, ഡ്രിങ്ക് എങ്ങനെ കിട്ടി? ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു ബേസ് ഫോമാണ്, അത് റൂട്ടാണ്, അതിന്റെ അടിസ്ഥാന ഫോമാണ്. അതിനോടുകൂടി ഡു ചേരുമ്പോഴാണ് ഡ്രിങ്ക് കിട്ടിയത്. ഡു, ഡ്രിങ്ക്, ഡ്രിങ്ക്. ഈറ്റ് പ്ലസ് ഡു, ഈറ്റ്. ഡ്രിങ്ക്, ഡു, ഡ്രിങ്ക്. ഈറ്റ്, ഡു, ഈറ്റ്. റൈറ്റ്, ഡു, റൈറ്റ്. വാച്ച്, ഡു, വാച്ച്. നോക്കൂ, ഡു ചേർന്നപ്പോൾ എസ് ചേർന്നിട്ടില്ലാത്ത ഫോം കിട്ടി. അങ്ങനെയാണ് പ്ലൂറൽ ഫോം കിട്ടുക. ഇനി സിംഗുലർ ഫോം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഡ്രിങ്കിനോട് ഡസ് ചേർക്കുന്നു. ഡ്രിങ്ക്, ഡസ്, ഡ്രിങ്ക്സ്. ഈറ്റ്, ഡസ്, ഈറ്റ്സ്. റൈറ്റ്, ഡസ്, റൈറ്റ്സ്. വാച്ച്, ഡസ്, വാച്ചസ്. ഓക്കെ, അവിടെ നിന്ന് നോക്കുക, സിംഗുലർ ഫോം ഇഎസ്, അതായത് ഡസ് ചേർന്നതാണ്. എസ് ചേരാത്തത്, അതായത് ഡു ഫോമാണ്, പ്ലൂറൽ. ഓക്കെ, നിങ്ങൾ അറിയുക, ഇത് എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടാകുക. ഇത് സാധാരണ നമുക്കറിയാം, വിവിധ ടെൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി
നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ് ഫോമിനോട് കൂടി ഓക്സിലറി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതായത് സിമ്പിൾ പ്രസന്റ് കിട്ടാൻ വേണ്ടി വെർബിന്റെ റൂട്ടിനോട് കൂടി ഒന്നുകിൽ ഡു ചേർക്കും അല്ലെങ്കിൽ ഡസ് ചേർക്കും. ഡു ചേർത്താൽ പ്ലൂറൽ കിട്ടും, ഡസ് ചേർത്താൽ സിംഗുലർ കിട്ടും. ദാറ്റ് ഇസ് ഓക്കെ. അന്നേരം അത് അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെയ്യാറുണ്ട്, ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാറുണ്ട്, ചെയ്യുന്നു എന്നൊക്കെയാണ്. അപ്പം ഐ റീഡ് ന്യൂസ് പേപ്പർ, പത്രം വായിക്കാറുണ്ട്. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ, അവൻ പത്രം വായിക്കാറുണ്ട്. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങളാണ്. സിമ്പിൾ പ്രസന്റൻസിന് വളരെയേറെ ഉപയോഗങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാബിറ്റ്സ്. അത് തന്നെയാണ് റുട്ടീൻ എന്ന് പറയുന്ന ഡെയിലി റുട്ടീൻ, നമ്മുടെ ദിനചര്യകൾ, എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവർത്തികൾ, റിപ്പീറ്റഡ് ആക്ഷൻ, അതായത് ആവർത്തിച്ച് ചെയ്യുന്ന ആക്ഷൻസ് ആണ് റിപ്പീറ്റഡ് ആക്ഷൻസ്. ഹാബിറ്റ്സ്, റുട്ടീൻ, ഇതെല്ലാം ഈ സിമ്പിൾ പ്രസന്റൻസിലാണ് പറയാറുള്ളത്. എക്സാമ്പിൾ നോക്കൂ. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എവരി മോർണിംഗ്, എല്ലാ ദിവസവും അവൻ പത്രം വായിക്കാറുണ്ട്. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എവരി മോർണിംഗ്. അതേസമയത്ത് ഹി ഈസ് റീഡിംഗ് ന്യൂസ് പേപ്പർ എവരി മോർണിംഗ് എന്ന് പറയരുത്. കാരണം അതൊരു താൽക്കാലിക ആക്ഷനാണ്. പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ING ഫോം ഉപയോഗിക്കില്ല. ഹി ഈസ് റീഡിംഗ് ന്യൂസ് പേപ്പർ എവരി മോർണിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. സിമ്പിൾ പ്രസന്റൻസിൽ റീഡ്സ് ആണ് ഉപയോഗിക്കുക. അതുപോലെ എന്താണ്? പത്രം നമ്മൾ ഇന്ന് മാത്രമല്ല വായിക്കുന്നത്, എല്ലാ ദിവസവും പത്രം വായിക്കും, റിപ്പീറ്റഡ് ആണ്. ഐ ഗെറ്റ് അപ്പ് at 6 AM every day. ഐ ഗെറ്റ് അപ്പ് at 6 AM every day. റിപ്പീറ്റഡ് ആക്ഷൻ ആണ്. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അതാണ് ഐ ഗെറ്റ് അപ്പ് at 6 AM. ഐ ആം ഗെറ്റിംഗ് അപ്പ് at 6 AM every day പറയൂല, കാരണം അതൊരു ടെമ്പററി ആക്ഷൻ ആണ്, പതിവല്ല. ഓക്കെ. ജെന്നി വെയേഴ്സ് നൈസ് ക്ലോത്ത്സ്. ജെന്നി എന്താണ്? നൈറ്റ് വെയേഴ്സ് മീൻസ് ധരിക്കാറുണ്ട്. ജെന്നി ഈസ് വെയറിംഗ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക ആക്ഷൻ ആണ്. ഇവളെല്ലായ്പ്പോഴും നൈസ് ക്ലോത്ത്സ് ധരിക്കുന്നു. വിയേഴ്സ്, അവിടെ നോക്കൂ, ജെന്നി സിംഗുലർ ആണ്, വിയേഴ്സും സിംഗുലർ ആണ്. ചിൽഡ്രൻ യൂഷ്വലി വാച്ച് ടെലിവിഷൻ. ചിൽഡ്രൻ എന്താണ്? ടെലിവിഷൻ കാണാറുണ്ട്. അതാണ്. അന്നേരം അവിടെ നോക്കൂ, ചിൽഡ്രൻ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഇവിടെ എന്തുപയോഗിച്ചു? വാച്ച് ഉപയോഗിച്ചു, വാച്ച്. ഓക്കെ. അന്നേരം ഇങ്ങനെയുള്ള പതിവ് പ്രവർത്തികൾ, റിപ്പീറ്റഡ് ആക്ഷൻസ്, റൊട്ടീൻസ്, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പ്രസന്റൻസ് തന്നെ ഉപയോഗിക്കും. ഡു ഫോം അല്ലെങ്കിൽ ഡസ് ഫോം. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് യൂസേജ് ആണ് പെർമനന്റ് സിറ്റുവേഷൻ. സ്ഥിരമായ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കാം. ഓക്കെ. എക്സാമ്പിൾ നോക്കൂ. ഐ ലിവ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലാണ് കേരളത്തിൽ സെറ്റിൽഡ് ആണ്, സ്ഥിരമായി കേരളത്തിൽ താമസിക്കുന്നു. ഐ ലിവ് ഇൻ കേരള. ഐ ആം ലിവിങ് ഇൻ കേരള എന്ന് പറഞ്ഞാലോ, ഞാൻ താൽക്കാലികമായി, ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല, കുറച്ചു നാളത്തേക്ക്, ഒരുപക്ഷെ വിസിറ്റിംഗ് വിസകൾ വന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പററി അറേഞ്ച്മെന്റ് ആയി വന്നതായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഐ ആം ലിവിങ് ഇൻ കേരള. ഐ ലിവ് അറ്റ് പവിത്രേശ്വരം, ഞാൻ പവിത്രേശ്വരത്ത് സ്ഥിര താമസക്കാരനാണ്. അതാണ്. ഇങ്ങനെയുള്ള പെർമനന്റ് സിറ്റുവേഷൻ, ഒരു സ്ഥിരമായ എന്താണ് സാഹചര്യം, അതാണ് അവിടെ സൂചിപ്പിക്കുക. മൈ ബ്രദർ ലിവ്സ് ഇൻ ഹൈദരാബാദ്. എൻ്റെ ബ്രദർ എവിടെയാണ് താമസം? ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണ് എന്നാണ് എൻ്റെ അർത്ഥം. ഷീ വർക്ക്സ് ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി. അതൊരു സ്ഥിരം സംവിധാനമാണ്. സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഷീ വർക്ക്സ് ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി. പീപ്പിൾ സ്പീക്ക് മലയാളം ഇൻ കേരള. കേരളത്തിലെ ആളുകൾ മലയാളം സംസാരിക്കുന്നു. അത് എന്താണ്? പെർമനന്റ് സിറ്റുവേഷൻ ആണ്. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഡു ഫോം അല്ലെങ്കിൽ ഡസ് ഫോം. ഓക്കെ. ഫാക്ട്സ് വിച്ച് ആർ ഓൾവേസ് ട്രൂ. നെക്സ്റ്റ് യൂസേജ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യൂസേജ് ആണ് ഫാക്ട്സ് വിച്ച് ആർ ഓൾവേസ് ട്രൂ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ വേണ്ടി ഈ ടെൻസ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, പ്ലീസ് സീ ആൻ എക്സാമ്പിൾ. വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees. വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees. അത് എല്ലായിടവും അങ്ങനെയാണ്. ഇറ്റ് ഈസ് ട്രൂത്ത് എവരിവെയർ. എന്താണ്? 100 ഡിഗ്രിയിൽ വാട്ടർ ബോയിൽ ചെയ്യുന്നു, തിളയ്ക്കാറുണ്ട്. ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ദി എർത്ത് സിംഗുലർ ആണ്, റിവോൾവ്സും സിംഗുലർ ആണ്. വാട്ടർ സിംഗുലർ ആണ്, ബോയിൽസ് സിംഗുലർ ആണ്. 1 + 1 = 2.
ഒന്നും ഒന്നും രണ്ടാണ്. എവിടെയും അതങ്ങനെയാണ്. ഓൾവേസ് ഇറ്റ് ഈസ് ട്രൂ. ഇവിടെ ഈക്വൽസ്, ഈക്വൽസ് ആണ് വെർബ്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മേക്ക് വാട്ടർ. ഹൈഡ്രജനും ഓക്സിജനും രണ്ടെണ്ണമുണ്ട്, പ്ലൂറലാണ്. നോക്കൂ, മേക്ക് ആണ് വന്നിരിക്കുന്നത്, മേക്ക്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മേക്ക് വാട്ടർ. ഇത് പ്രധാനപ്പെട്ട മറ്റൊരു യൂസ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഷെഡ്യൂൾഡ് ഇവന്റ്സ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഷെഡ്യൂൾഡ് ഇവന്റ്സ്, മുൻകൂട്ടി തീരുമാനിച്ച എന്താണ് കാര്യങ്ങൾ അല്ലെ ഇവന്റ്സുകൾ, സംഭവങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ ഡു ഫോം അല്ലെങ്കിൽ ഡസ് ഫോം. ഷെഡ്യൂൾഡ് ഇവന്റ്സ് മീൻസ് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ, ഡിസൈഡഡ് ആക്ഷൻ. അതാണ്. നോക്കൂ, യുവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM ടുമോറോ. യുവർ ക്ലാസ് സ്റ്റാർട്ട്സ് ആണ് വന്നിരിക്കുന്നത്. നോക്കൂ, യുവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM ടുമോറോ. ആക്ഷൻ നടക്കുന്നത്, ആക്ഷൻ ടേക്സ് ടുമോറോ. പക്ഷേ എന്താണ്, നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. യുവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. നെക്സ്റ്റ് നോക്കൂ, ഹിസ് അങ്കിൾ അറൈവ്സ് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിലാണ് അങ്കിൾ വരുന്നത് എങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അങ്കിൾ അറൈവ്സ് എന്ന് പറയുന്നു. അങ്കിൾ വിൽ അറൈവ് എന്ന് പറയുന്നില്ല, പകരം നമ്മൾ എന്ത് പറയുന്നു? അങ്കിൾ അറൈവ്സ്. അടുത്ത ആഴ്ചയിൽ അങ്കിൾ വരുന്നുണ്ട്, അങ്കിൾ വരുന്നു. The SSLC exam begins on 17th January. 17 ജാനുവരിയിൽ SSLC എക്സാം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു, സർക്കാർ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. നടക്കുന്നത് നെക്സ്റ്റ് മന്തിലാണ്, ജനുവരിയിലാണ്. പക്ഷേ നമ്മൾ എന്ത് ഉപയോഗിച്ചു? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. SSLC എക്സാം വിൽ ബിഗിൻ അല്ല പറഞ്ഞ്, SSLC എക്സാം ബിഗിൻസ്. ഓക്കെ, ഡസ് ഫോം ആണ്. നെക്സ്റ്റ് നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട യൂസ് ആണ് എന്ത്? ഫ്രീക്വൻസി എക്സ്പ്രഷൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ആവൃത്തിയാണ്. നമ്മൾ പറയുന്ന ഈ പ്രവർത്തികൾ എത്രമാത്രം ആവൃത്തികൾ ചെയ്യുന്നു എന്നതാണ് ഫ്രീക്വൻസി എക്സ്പ്രഷൻ. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം വെർബുകൾ, ആഡ്വർബുകൾ, ഇത്തരം എക്സ്പ്രഷനുകൾ കണ്ടാൽ നമുക്കറിയാം അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു സെന്റൻസിൽ നോക്കൂ, ഷീ ഓൾവേസ് ടേക്സ് ബസ്. ഷീ ഓൾവേസ് എന്ന് പറഞ്ഞ ഒരു ആഡ്വർബാണ്. ഇത് ഫ്രീക്വൻസി ആഡ്വർബാണ്. എല്ലായ്പ്പോഴും എന്താണ്? ബസ്സിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഷീ ഓൾവേസ് ടേക്സ് ദ ബസ്. ഇങ്ങനെയുള്ള ചില ഫ്രീക്വൻസി വെർബുകൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുക. നോക്കൂ, എക്സാമ്പിൾ എവരി എന്ന് പറയുന്ന ഒരു ആഡ്വർബാണ്. അതിനോട് കൂടി ചേർന്ന് വരുന്ന വേഴ്സുകളാണ് മോർണിംഗ്, എവരി മോർണിംഗ്, എവരി ആഫ്റ്റർനൂൺ, എവരി ഈവനിങ്, വെരി ഡേ, വെരി വീക്ക്, വെരി മന്ത്, എവരി ഇയർ. ഇതെല്ലാം ഫ്രീക്വൻസിയാണ്. എവരി മോർണിംഗ്, വെരി ആഫ്റ്റർനൂൺ, വെരി ഈവനിങ്. അതുപോലെ ഓൺ സൺഡേസ്, on Mondays, on weekends, etc. അതുപോലെ നമുക്ക് once a day, twice a week, twice a month, twice a year. ഇതൊക്കെ ഫ്രീക്വൻസി ആഡ്വർബുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫ്രീക്വൻസി ആഡ്വർബുകൾ നിങ്ങൾ നോക്കൂ. ഫ്രീക്വൻസിയും അതിന്റെ ഒരു ആഡ്വർബുകളും അതിന്റെ ഫ്രീക്വൻസിയും നോക്കൂ. ഓൾവേസ് നമ്മൾ പറഞ്ഞാൽ 100% ഫ്രീക്വൻസിയാണ്. I always go to bed at 10 PM. ഞാൻ 10 മണിക്കാണ് ഉറങ്ങാറുള്ളത്. I always go to bed. അതാണ്. യൂഷ്വലി വേറൊരു ആഡ്വർബാണ് യൂഷ്വലി, പതിവായി. 90% ആണ് അതിന്റെ ഫ്രീക്വൻസി. I usually have breakfast at 8 AM. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെയാണ് ആഡ്വർബുകൾ വന്നിരിക്കുന്നത്. ഐ ഓൾവേസ്, പിന്നീടാണ് വെർബ് ഗോ വന്നിട്ടുള്ളത്. ഐ യൂഷ്വലി സബ്ജക്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ വന്നിരിക്കുന്നു. മറ്റു ചില ആഡ്വർബ്സ് ആണ് നോർമലി, ജനറലി. 80% ആണ് അതിന്റെ ഫ്രീക്വൻസി. ഐ നോർമലി ഗോ ടു ദി ജിം. ഓഫൻ, ഫ്രീക്വന്റ്ലി. മറ്റ് രണ്ട് ആഡ്വർബ്സുകളാണ് ഓഫൻ, ഫ്രീക്വന്റ്ലി. 70% ആണ് അതിന്റെ ഫ്രീക്വൻസി. ഐ ഓഫൻ പ്ലേ വിത്ത് ഇന്റർനെറ്റ്.
ഐ ഓഫൺ, ഓഫൺ എന്താണ് കൂടെ കൂടെ. ഐ ഓഫൺ പ്ലേ വിത്ത് ഇന്റർനെറ്റ്. നെക്സ്റ്റ് ഒരു ആഡ്വർബാണ് സംടൈംസ്, 50% ആണ്. ഐ സംടൈംസ് ഫോർഗെറ്റ് മൈ വൈഫ്സ് ബർത്ത്ഡേ. ഐ സംടൈംസ് ഞാൻ ചിലപ്പോൾ മറന്നു പോകുന്നു. മൈ വൈഫ്സ് ബർത്ത്ഡേ പോകാറുണ്ട്, മറന്നു പോകാറുണ്ട്. ഒക്കേഷൻലി, ഒക്കേഷൻലി 30% ഫ്രീക്വൻസിയാണ്. ഐ ഒക്കേഷൻലി ഈറ്റ് മീറ്റ്. ഒക്കേഷൻലി മീൻസ് ഇടയ്ക്കിടെ. ഞാൻ റെഗുലറായി മീറ്റ് കഴിക്കുന്നയാളല്ല. ഐ ഒക്കേഷൻലി ഈറ്റ്. ഇവിടെയും നോക്കൂ, സബ്ജക്റ്റ് കഴിഞ്ഞുടനെയാണ് ആഡ്വർബ് വന്നിരിക്കുന്നത്. ഐ ഒക്കേഷൻലി. നെക്സ്റ്റ് നോക്കൂ, സെൽഡം. സെൽഡം എന്താണ്? അപൂർവമായി. 10% ആണ് അതിന്റെ ഫ്രീക്വൻസി. ഐ സെൽഡം റീഡ് നോവൽസ്. നെക്സ്റ്റ് നോക്കൂ, ഹാർഡിലി റയർലി. ഹാർഡിലി റയർലി 5% ആണ് അതിന്റെ ഫ്രീക്വൻസി. ഐ ഹാർഡിലി റീഡ് നോവൽസ്. ഐ റയർലി റീഡ് നോവൽസ്. അതാണ്. മറ്റൊരു ആഡ്വർബ്സ് ആണ് നെവർ. ഐ നെവർ സ്വിം ഇൻ ദി റിവർ. ഐ നെവർ സ്വിം ഇൻ ദി റിവർ. നെവർ ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള ആഡ്വർബ്സുകളെല്ലാം എന്തിനെ കുറിക്കുന്നു? സിമ്പിൾ പ്രസന്റൻസിൽ കാണാറുള്ള ആഡ്വർബ്സുകളാണ് ഇവയെല്ലാം. ഇത്തരം പദങ്ങൾ കണ്ടാൽ അവിടെ നമുക്ക് സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കാം. പ്ലീസ് ബി നോട്ടഡ്. നിങ്ങൾ ഓർക്കുക, ഇപ്പൊ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ എന്ന് പറഞ്ഞ വേർഡുകൾ ഉണ്ടല്ലോ. ലിറ്റിൽ, ഉദാഹരണത്തിന് ഒരാൾ ചായ കുടിച്ചിട്ട് ഗ്ലാസിന്റെ അടിയിൽ ഒരൽപ്പം ചായ ഇരിക്കുന്നത് കാണാം, കുറെ ചായയുടെ അംശം കാണാം. നമുക്ക് പറയാം there is little tea in the glass. അവിടെ ലിറ്റിൽ ടീ ഇല്ല എന്ന് തന്നെയാണ്, നെഗറ്റീവ് മീനിങ് ആണ്. പക്ഷേ അതിനകത്ത് ടീയുടെ അംശം ഉണ്ടാകും. അതാണ് there is little tea. ഓക്കെ, അതിന് എന്തില്ല, ആ ടീ യൂസബിൾ അല്ല, ഉപയോഗിക്കാൻ വേണ്ടി കാണൂല. അങ്ങനെയുള്ള കേസാണ്. ഇവിടെ ഈ ഹാർഡിലി, റെയർലി, നെവർ, സെൽഡം ഇങ്ങനെയൊക്കെ പറയുന്ന പദങ്ങളെ നമ്മൾ നെഗറ്റീവ് സ്ഥാനത്താണ് കാണുന്നത്. ആ നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിൽ ഒരല്പം എന്തുണ്ട്? പോസിറ്റീവ്നെസ് ഉണ്ട്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട യൂസ് ആണ് സ്റ്റേറ്റ് വിത്ത് സ്റ്റേറ്റ് വെബ്സ്. ഇവിടെ നമ്മൾ വെബ്സുകളെ 2 തരത്തിൽ കാണണം. അതായത് ആക്ഷൻ വെബ്സും അതുപോലെ സ്റ്റേറ്റ് വെബ്സും. ആക്ഷൻ വെബ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ ഫിസിക്കലി കാണാൻ പറ്റും. സംതിങ് ഡു ഫിസിക്കലി, ദാറ്റ് ഈസ് വാറ്റ് ഈസ് ആക്ടിവിറ്റീസ്, ആക്ഷൻ. നമ്മൾ ചായ കുടിക്കുന്നു, ഒരാൾ ചായ കുടിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതാണ് ആക്ഷൻ വെബ്സ്. അതേ സ്റ്റേറ്റ് വെർബോ, ഐ വോണ്ട് ഐസ്ക്രീം നൗ. ഐ വോണ്ട് ഐസ്ക്രീം, വോണ്ട് ഞാൻ ഐസ്ക്രീം ആഗ്രഹിക്കുന്നു എന്നാണ്. ഐ വോണ്ട് ഐസ്ക്രീം നൗ. ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതൊരു സ്റ്റേറ്റ് ആണ്, ഒരവസ്ഥയാണ്. ഐ വാണ്ട് ഐസ്ക്രീം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ് വെർബുകൾ നമ്മൾ സിമ്പിൾ പ്രസന്റൻസിലാണ് ഉപയോഗിക്കാറുള്ളത്. ഐ ആം വോണ്ടിങ് ഐസ്ക്രീം എന്ന് പറയരുത്, തെറ്റാണ്. ഐ ആം വോണ്ടിങ് ഐസ്ക്രീം. അങ്ങനെയുള്ള ചില വെർബുകളാണ് നമ്മൾ ഈ സ്റ്റേറ്റ് വെർബിൽ പെടുത്തി ഇവിടെ പരിചയപ്പെടുന്നത്. ഇപ്പൊ വോൺസ്, ലൈക്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ് വെർബുകളാണ് ലൈക്ക്, ഡിസ്ലൈക്ക്, നീഡ്, വോണ്ട്, ഹെയ്റ്റ്, പ്രിഫർ, എക്സെട്ര. ഐ ലവ് യു, ഐ ആം ലവിങ് യു വേണ്ട. ഐ ഹേറ്റ് യു, ഐ ആം ഹേറ്റിംഗ് യു വേണ്ട. അതാണ്. ഐ പ്രിഫർ ടു, ഐ ആം പ്രിഫറിംഗ് ടു വേണ്ട. ഓക്കെ, തോട്ട്സ്. തോട്ട്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സ്റ്റേറ്റ് വെർബുകൾ പരിചയപ്പെടൂ. തിങ്ക്, ഐ തിങ്ക്, ഐ ആം തിങ്കിങ് വേണ്ട. റിമെമ്പർ, ഐ ആം റിമെമ്പർ, നോട്ട് കറക്റ്റ്. ഐ റിമെമ്പർ ദാറ്റ് ഇവന്റ്. ഫോർഗെറ്റ്, നോ, ബിലീവ്, ഇമാജിൻ, സീ, ഹിയർ. ഐ സീ യു, ഐ ആം സീയിങ് യു വേണ്ട. ഐ ഹിയർ യു, ഐ ആം ഹിയറിംഗ് വേണ്ട. സ്മെൽ, ടേസ്റ്റ്, ഫീൽ, ഇതെല്ലാം സ്റ്റേറ്റ് വെർബുകളാണ്. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല അവിടെ. അപ്പിയറൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പദങ്ങൾ നോക്കൂ. സീം, ലുക്ക്, ലൈക്ക്, റിസംബിൾ,
സൗണ്ട് സീം ഇറ്റ്. ഹി സീംസ് ടു ബി ടയേർഡ്. സീംസ് ടു ബി, സീമിംഗ് ടു ബി വേണ്ട. ഹി സീംസ് ടു ബി ടയേർഡ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബാഡ്. ഇറ്റ് ഈസ് അപ്പിയറിംഗ് വേണ്ട. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റ് വെർബുകൾ, അവസ്ഥയെ സൂചിപ്പിക്കുന്ന വെർബുകൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെരി സിമ്പിൾ. ഇതിന്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് വെർബ്. വെർബ് ഫോം രണ്ടെണ്ണമേ ഉള്ളൂ. ഡു, ഡസ്. ഡു പ്ലൂറൽ, ഡസ് സിംഗുലർ. എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ബേസ് ഫോമിനോടുകൂടി ഡു ചേർക്കുക, എസ് ചേരാത്ത രൂപം കിട്ടും. ബേസ് ഫോമിനോടുകൂടി ഡസ് ചേർക്കുക, എസ് ചേർന്ന രൂപം കിട്ടും. പ്രധാനപ്പെട്ട യൂസസ് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.